ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. സോ NCERT ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലസ് കുറച്ച് കാര്യങ്ങൾ NCERTയിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നടന്ന ആ ഒരു LDC എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നും 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം, അതിനുശേഷം ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ 23ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, അതായത് 2ഉം 3ഉം. മൗലിക അവകാശങ്ങളും അതേപോലെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, ഇത് രണ്ടുമാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മാത്രമല്ല കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്ന ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണിത്. ഇനി വേറെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ്. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും അതേപോലെ നിയമനിർമ്മാണ പ്രക്രിയ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആ ഒരു NCERT ഭാഗം ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിനി ബാക്കിയുള്ളത് നമുക്ക് പഠിക്കണം. പ്ലസ് അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ കടമെടുത്ത ആശയങ്ങളെ പറ്റി അധികം പറയുന്നില്ല, അതായത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഇത് പറയുന്നില്ല. ചില ചാപ്റ്റേഴ്സിൽ പറഞ്ഞു പോകുന്ന സമയത്ത് 1-2 എണ്ണമൊക്കെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. NCERTയിൽ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ. അപ്പോൾ ആദ്യം നോക്കിക്കോ, ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന ആശയം കടമെടുത്തത്. ഇതിനെപ്പറ്റി NCERTയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അതായിരുന്നു അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുമുണ്ട്. സോ ആ ക്ലാസ്സുകൾ മസ്റ്റായിട്ടും കാണുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, അതേപോലെ നിയമവാഴ്ച എന്ന ആശയം, പിന്നെയോ സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, അതേപോലെ നിയമനിർമ്മാണ നടപടിക്രമം. സോ ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. ഏക പൗരത്വം, അതേപോലെ CAGയുടെ ഓഫീസ്, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി, ദ്വിമണ്ഡല സഭ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അവകാശം. ഇതെല്ലാം ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഏതൊക്കെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, NCERTയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കണേ. അത് ഏതൊക്കെയായിരുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. പിന്നെയോ ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ നിന്നെടുത്താണ്. അതേപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ ഓഫീസ്, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി, ദ്വിമണ്ഡല സഭ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അവകാശം. ഇതെല്ലാം ബ്രിട്ടനിൽ നിന്നുള്ളതാണ്. അടുത്ത നോക്കിക്കേ, ഐറിഷ് ഭരണഘടനയിൽ നിന്ന് NCERTയിൽ കൊടുത്തിട്ടുള്ളത് രാഷ്ട്രനയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രനയവുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ, സിമ്പിളായിട്ട് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പഠിച്ചു വച്ചേക്കാം. പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അതേപോലെ തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഇതും എവിടെ നിന്നാണ്? അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്ത കാര്യങ്ങളാണ്. സോ ഏതൊക്കെയാണ് ഐറിഷ് ഭരണഘടനയിൽ നിന്ന്?
നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ, പിന്നെയോ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അടുത്തത് നോക്കാം, ഫ്രാൻസിന്റെ ഭരണഘടന. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പോയിന്റ് അല്ലേ, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക, റിപ്പബ്ലിക് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അതും ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നെടുത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ഇത് നോക്കിക്കേ, അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അതായത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ സമ്പ്രദായം, ഫെഡറൽ സമ്പ്രദായമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവശിഷ്ടാധികാരം എന്ന ആശയവും കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി അത് കൂടാതെ ഇവിടെ കൊടുത്തേക്കുന്ന കൂടെ നോക്കുക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. നമ്മൾ ലിസ്റ്റുകളെ പറ്റിയൊക്കെ SCERT പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്, 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കാനഡയുടെ ഭരണഘടനയിൽ നിന്നെടുത്തത് എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെയോ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്, അവശിഷ്ടാധികാരം എന്ന ആശയം. ഇനി അടുത്തത് നമുക്ക് NCERT-യിലുള്ളത് അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ ഇന്ന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കിക്കേ, മൗലിക അവകാശത്തെക്കുറിച്ചുള്ള അധ്യായം, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. പിന്നെയോ നീതിന്യായ പുനഃപരിശോധനാധികാരം, ഇത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതേപോലെ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവകാശത്തെക്കുറിച്ചുള്ള അധ്യായം, നീതിന്യായ പുനഃപരിശോധനാധികാരം, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, നമുക്ക് നോക്കാം. നോക്കിക്കേ, ലിഖിത ഭരണഘടന എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് USA-യിൽ നിന്നാണ്. അതേപോലെ സുപ്രീം കോടതി, ആമുഖം, ഈ ആമുഖമൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. പിന്നെയോ ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, അത് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻ്റ് ആണ് കേട്ടോ. അതേപോലെ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലിഖിത ഭരണഘടന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് നമ്മുടെ ഇന്ത്യക്കാണെന്നല്ലേ. അതേപോലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ്. ഇതൊക്കെ നമ്മൾ SCERT പാഠഭാഗത്തിലും പഠിച്ചിട്ടുണ്ട്. ദെൻ ലിഖിത ഭരണഘടനയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ആമുഖമുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, ഇതെല്ലാം എന്താണ്? USA-യിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ NCERT ബുക്കിൽ ഈ ഒരു ഇതിൽ ഇത്രയും കടം കൊണ്ട ആശയങ്ങളെ പറ്റി പറയുന്നുള്ളൂ. അതായത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുള്ളത്, ഐറിഷ് അല്ലെങ്കിൽ അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നുള്ളത്, ഫ്രാൻസ്, കാനഡ, അതേപോലെ അമേരിക്ക. പക്ഷേ ഇത് മാത്രമല്ല, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാവേ. സൗത്ത് ആഫ്രിക്ക ഉണ്ടല്ലോ, സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയങ്ങളാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ, ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രീതി കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ലിസ്റ്റും അതേപോലെ തന്നെ യൂണിയൻ ലിസ്റ്റും എന്ന ആശയം എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതേപോലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ പറ്റിയൊക്കെ SCERT പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അതും ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്ന്? കൺകറൻറ്റ് ലിസ്റ്റ് എന്ന ആശയം എടുത്തിട്ടുണ്ട്, പിന്നെയോ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. ഇനി റഷ്യയുടെ ആണെങ്കിലോ മൗലിക കടമകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ്. അതേപോലെ പഞ്ചവത്സര പദ്ധതി, ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യ, അല്ലെങ്കിൽ എന്തെന്നും ഓപ്ഷനിൽ തരും, USSR എന്നും തരും, രണ്ടും ഒന്നാണേ, ഓർത്ത് വെച്ചോളുക. അതേപോലെ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നതും റഷ്യയിൽ നിന്നാണ്.
ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ചില ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാണ് ഗവർണർ പദവി, അതേപോലെ ഫെഡറൽ കോടതി, ഫെഡറൽ സംവിധാനമല്ല ഫെഡറൽ കോടതി, പിന്നെയോ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ അടിയന്തരാവസ്ഥ. എന്നാൽ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങളിൽ ചിലത് റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആശയം ജർമ്മനിയിൽ നിന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോടുക. ഇവിടെ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. സോ ഏതൊക്കെയാണ്? ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ NCERT-യിലുള്ള കടം കൊണ്ട ആശയങ്ങളും പഠിച്ചു, പിന്നെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.